എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ പ്രസിഡന്റ് ആളങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് പോവാണ്. സാസുക നിലവിളിച്ച് പറയും, എല്ലാവരും മാറി നിൽക്ക്, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അത് കേൾക്കേണ്ട താമസം ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. സാസുകയാണെങ്കിൽ അവന്റെ ശരീരം കണ്ണുവെച്ച് പ്രസിഡന്റിന്റെ ആ ഒരു വിഷ്വൽ ജിപ്സു അത് തകർത്ത് താഴേക്കിടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവിടെയുള്ള ഓരോരുത്തരുടെ കണ്ണുകളായിട്ട് ഇപ്പൊ റെഡായി മാറാൻ തുടങ്ങും. മാത്രമല്ല അവരുടെ ബോഡിയിൽ ഓരോ സ്ക്രാച്ചസ് വീഴും. സാസുവയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരെ രക്ഷിക്കും, എന്തു ചെയ്യും? അവന്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അത് കണ്ട യാമുട്ടോ സെൻസായി ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് ജനങ്ങളെ സേവ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചിമാറു അവന്റെ സ്നേക്കിനെ ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കട്ട് ചെയ്ത സാസുക അവന്റെ ശരീരം കണ്ണ് അത് ഫുൾ ഫോഴ്സിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും ഒരു വലിയ കത്തി അങ്ങനെ സാസുകയ്ക്ക് നേരെ പറന്നു വരിക. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഇപ്പൊ സാസുക അവിടുന്ന് രക്ഷപ്പെടും. സാസുകയാണെങ്കിൽ ആ കത്തി എറിഞ്ഞവന്റെ പിന്നാലെ അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പോഴായിരിക്കും ആ കുഞ്ഞിപ്പെണ്ണ് അവള് നിലവിളിച്ച് കരയുക. അവളുടെ നിലവിളി കേട്ട് സാസുക അവൻ അവിടേക്ക് ഓടി വന്ന് അവൾ അങ്ങനെ പൊക്കിയെടുത്ത് ദൂരേക്ക് പോവും. അവര് പോയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഹ്യൂമൻ ബോംബ്സ് അതെല്ലാം തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ഉടനെ ഒറോച്ചിമാറു അവൻ സാസുകയോട് പറയും, എനിക്ക് തോന്നുന്നത് യാഷിരിയെ അവനെ നമുക്ക് ഇവിടെ വെച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. യാമുട്ടോ സെൻസായിക്കാണെങ്കിൽ കരി കയറി വരും. യാമുട്ടോ സെൻസായി ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഏതോ ഒരുത്തൻ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവനോടൊരു കാര്യം പറയും. അത് കേട്ട് ഒറോച്ചിമാറു അവനങ്ങനെ ഷോക്കാവുകയാണ്. ഒറോച്ചിമാറു സാസുകയോട് പറയും, നമ്മൾ അന്വേഷിച്ചു വന്ന എന്നെ യേശ്വരി അവൻ ഇവിടെ തന്നെ ഉണ്ട്. സാസുക അവൻ അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്നാണ് പറയുന്നത്. അവൻ അവിടെയുണ്ടെന്ന് പറഞ്ഞ് ഒറോച്ചിമാറു കാണിച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുകയും ഒറോച്ചിമാറും അവർ രണ്ടുപേരും ആ എന്നോ യോഷൂരുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ക്യാഷ്വലായി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഹായ്, നിങ്ങളെ രണ്ടുപേരെ കാണാൻ സാധിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ കൈ കൊടുക്കും. പക്ഷെ സാസുകയും ഒറോച്ചിമാറും അവർ രണ്ടുപേരും അത് മൈൻഡ് പോലും ചെയ്യില്ല. ഒറോച്ചിമാറു അവനോട് ചോദിക്കും, നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലായി. ആക്ച്വലി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ ഞങ്ങളെ കാണില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇപ്പൊ നീ ആയിട്ട് തന്നെ ഞങ്ങളെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് യാഷിര പറയും, സാസുകയെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവനെ കാണാൻ ഞാൻ വന്നത്. ഉടനെ സാസുക ടെൻഷനായിട്ട് അവനോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? ഹ്യൂമൻ ബോംബ്സ്, ഒരുപാട് ഹ്യൂമൻ ബോംബ്സ് ഒക്കെ പൊട്ടിത്തകർന്ന് നശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെ ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനവൻ പറയും, അവരുടെ ലക്ഷ്യം അത് ലീഫ് വില്ലേജ് ആണ്. ലീഫ് വില്ലേജിലുള്ള ഒരേ ഒരാള്, ശരിക്കും കണ്ണുള്ള ഉച്ചിഹ ക്ലാനിലെ ഒരേ ഒരാള്. അത് കേട്ട് സാസുക അവൻ ഷോക്കായിട്ട് ചോദിക്കും, എന്നെ ലക്ഷ്യമാക്കിയാണോ അവറ്റകളൊക്കെ വരുന്നേ? അപ്പോഴായിരിക്കും അവൻ പറയാ, നിന്റെ ഫാർമർ മെമ്പറാണ് ഈ ഹ്യൂമൻ ബോംബ്സിനെ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അന്വേഷിച്ചു വന്ന ഫ്യൂഷൻ അത് ഞാനല്ല. അവൻ വളരെ ചെറുപ്പത്തില് കുഞ്ഞായിരിക്കുമ്പോ എന്റെ അടുത്തേക്ക് വന്നതാണ്. ലാൻഡ് ഓഫ് വാട്ടറിലെ ഒരു മെമ്പർ ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി അവൻ എന്റെ ടീമിലല്ല, മറ്റൊരു ടീമിലാണ് ഉള്ളത്. അവന് കക്കൈ കങ്കൈ പവറുണ്ട്. അവൻ ശരിക്കും ഭയങ്കര പവറുള്ള, കഴിവുള്ള, അത്ഭുതകരമായ ഒരു കുട്ടിയാണ്. ചെറുപ്പം മുതലേ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അവൻ ആവശ്യമായിട്ടുള്ള ഫുഡ്, ഫെസിലിറ്റി അങ്ങനെ എല്ലാം തന്നെ ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ ഒരു ദിവസം അവൻ എന്നെ വിട്ട് ഓടി ദൂരേക്ക് പോയി. സാസുക ടെൻഷനായിട്ട് ചോദിക്കും, എനിക്കറിയേണ്ടത് ആ ഫ്യൂഷന് ചുവന്ന കണ്ണുകൾ ഉണ്ടോ എന്നാണ്. ഉടനെ അവൻ കാര്യമായിട്ട് ആലോചിച്ച് ഇപ്പൊ സാസുകയോട് പറയും, അല്ല, ഫ്യൂഷന്റെ കണ്ണ് അത് വളരെ നോർമലാണ്. പക്ഷെ അവന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കണ്ണ് നീ പറഞ്ഞതുപോലെ റെഡാണ്. ആക്ച്വലി ആ കുട്ടിയുടെ പേര് അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവളുടെ ക്ലാൻ അതാ ചെറിയ ചിനോയ്ക്ക് ക്ലാനാണ്. ആക്ച്വലി ആ ക്ലാനിലുള്ളവരുടെ പവറാണ് വിഷ്വൽ ഗെഞ്ചിപ്സു. അതിലാര് പെട്ടുപോയാലും തീർച്ചയായിട്ടും നിമിഷങ്ങൾക്കകം അവര് മരണപ്പെടും. അതിനുശേഷം ഒരു ഫ്യൂഡൽ ചീനോയ്ക്ക് ക്ലാനിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഫ്യൂഡൽ മരണപ്പെട്ടു. അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീ ഫ്യൂഡൽ മരിക്കാൻ കാരണക്കാരി ആ ചീനോയ്ക്ക് ക്ലാനിലെ പെണ്ണാണെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ അവിടുന്ന് അകറ്റി നിർത്താൻ തുടങ്ങി. അത് കേട്ട് ജനങ്ങളും അവളെ തള്ളിപ്പറഞ്ഞ് എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. ദിവസങ്ങൾ കഴിയുന്തോറും ജനങ്ങൾ അവളുടെ മേലെ കുറ്റങ്ങൾ സ്ഥാപിച്ച് അവസാനം അവളെ കൊന്നു തള്ളി. അതിനുശേഷം അവരുടെ ക്ലാൻ തന്നെ അവർ മുച്ചോടും മുടിച്ചു. ഉച്ചിഹ ക്ലാന്റെ പവറാണ്
ചീനോഹി വില്ലേജിനെ ഇല്ലാതാക്കിയത്. അത് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ചീനോഹി ക്ലാനുകാര് അവരുച്ചിയ ക്ലാനോട് സംസാരിച്ച് ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം തന്നെ പാഴായിപ്പോയി. സാസുക, ഇനി നിനക്ക് അവരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആ ഹെൽ വഴി അതുവഴി മാത്രമേ പോകാൻ കഴിയൂ. സാസുക ടെൻഷനായിട്ട് ഇപ്പൊ ഒറോച്ചിമാറിനോട് ചോദിക്കും, ഈ കാര്യങ്ങളൊക്കെ ഹിറ്റാച്ചിക്ക് അറിയോ? അതിന് ഒറോച്ചിമാർ പറയും, അറിയാൻ നല്ല സാധ്യതയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നിനക്ക് പോകാൻ ആവശ്യമായ ആ ഹെൽ വഴി അത് ഞാൻ കാണിച്ചു തരാം. ഒറോച്ചിമാറും ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട വഴി അതൊന്നായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. സാസുക ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ആ വഴികളെല്ലാം ഓർത്തു വെച്ച് പുറത്തേക്ക് പോവും. ഉടനെ അവൻ പറയും, യൂഷിൻ അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പോലും യാതൊരു ഉറപ്പുമില്ല. അപ്പോഴേക്കും നീ അവിടേക്ക് പോവാണോ? എന്തായാലും കുഴപ്പമില്ല, നിനക്ക് അവരെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ കൊടുത്ത് ഇപ്പൊ അവൻ സാസുകയെ പറഞ്ഞയക്കും. കട്ട് ചെയ്ത സാസുക അവൻ പുറത്തേക്ക് വരുമ്പോ കുഞ്ഞിപ്പെണ്ണും നൊബാക്കിയും അവർ രണ്ടുപേരും അവനു വേണ്ടി പുറത്ത് കാത്തിരിക്കുകയാണ്. സാസുകയെ കാണുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും വലിയ ആശ്വാസമാവും. പക്ഷെ സാസുകയാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പുറത്തേക്ക് നടന്നു പോവാണ്. അത് കണ്ട നൊവാക്കിയും കുഞ്ഞിപ്പെണ്ണും അവരും ഇപ്പൊ സാസുകയുടെ പിന്നാലെ ഉഷാറായിട്ട് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു 3 പേരും ഒരു കപ്പലില് ആ ഹെൽ വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ കുഞ്ഞിപ്പെണ്ണ് ചോദിക്കും, ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും നീ മറുപടി തരില്ല, പക്ഷെ ഇത്തവണയെങ്കിലും നീ മറുപടി പറയണം. നമ്മളിപ്പോ എവിടേക്കാ പോണേ? അതിന് സാസുക പറയും, ഹെൽ വാലി. ഹെൽ വാലിയോ? അവിടെ എന്താന്ന് പറഞ്ഞ് ആ കുഞ്ഞിപ്പെണ്ണ് വണ്ടടിക്കും. അതിന് സാസുക, അവിടെയാണ് ഈ ഹ്യൂമൻ ബോംബ്സ് അത് ക്രിയേറ്റ് ആവുന്നത്. അതിന്റെ ഒറിജിനും കാരണക്കാരെയും കാരണവും ഒക്കെ തന്നെ എനിക്ക് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നത്. ഞാനാണ് ഉച്ചിയ ക്ലാനിലെ അവസാന മെമ്പർ. സോ ഉറപ്പായിട്ടും എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരിപ്പോ ആ ലാൻഡ് ഓഫ് സ്റ്റീമിലേക്ക് വരും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വണ്ടറടിച്ച് ചോദിക്കും, ലാൻഡ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ മഞ്ഞും തണുപ്പൊക്കെ ആണല്ലോ, എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെയുള്ള സ്ഥലത്തോട് നടക്കാൻ. പക്ഷെ സാസുകയാണെങ്കിൽ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുഞ്ഞിപ്പെണ്ണ് പറയും, നൊവാക്കി, നമുക്ക് വേറെ വഴിയില്ല, അവനെ ഫോളോ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരും പിന്നാലെ പോവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും അവരെ റൗണ്ട് ചെയ്യും. അവരുടെ കണ്ണുകൾ ചുവന്ന് അവരെല്ലാവരും ഹ്യൂമൻ ബോംബായി മാറുന്നത് കണ്ട് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് നിലവിളിക്കും. സാസുക നിലവിളിച്ച് പറയും, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിപ്പോ. അത് കേട്ട് നൊവാക്കി ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിനെ തൂക്കിയെടുത്ത് ദൂരേക്ക് പോവും. ഇവിടെ സാസുവയ്ക്ക് നേരെ ചക്ര കുണോയി അതാരോ വലിച്ചെറിയാണ്. അതാരാണെന്നറിയാൻ സാസുക മുൻപോട്ട് പോവും. അപ്പൊ ആരോ ഒരാള് കത്തികൾ വലിച്ചെറിഞ്ഞ് വമ്പ സ്പീഡിൽ ഓടുന്നതായിട്ട് സാസുക കാണും. സാസുക വിട്ടുകൊടുക്കില്ല. സാസുകയും അവന്റെ പിന്നാലെ പോവും. സാസുക ചാടി വന്ന് വലിയൊരു വെള്ളത്തിലേക്ക് അവനെ ചവിട്ടി തെറിപ്പിക്കും. ഉടനെ അവൻ വെള്ളത്തിൽ വീണ് ചാടി എഴുന്നേക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ചവിട്ടിയിടും. ഞാൻ ലൈറ്റ്നിങ് ടീമിലെ ഒരു മെമ്പറാണ്. അതിന് സാസുക പറയും, മിണ്ടിപ്പോരുത്, എന്റെ കയ്യിൽ ലൈറ്റ്നിങ് പവർ ഉണ്ട്, അതുപയോഗിച്ച് നിന്നെ ഞാൻ ഇല്ലാതാക്കും. അവനാണെങ്കിൽ എർത്ത് സ്റ്റൈൽ മഡ്വാളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട് സാസുക അവൻ ചിത്തോരി പവർ എടുത്ത് ഇപ്പൊ അവന്റെ നേർക്ക് നടന്നെടുക്കും. സാസുക അമത്തറാസ് ഫയർ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യും. അവൻ നിലവിളിക്കും, നോ, ദയവ് ചെയ്ത് ഈ ഫയർ അതണയ്ക്കണം, നിനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സാസുക ഉടനെ ആ തീ അണച്ച് അവന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവന് മനസ്സിലാവും, ഇവനും സാസുക അന്വേഷിച്ച ഫ്യൂഷൻ അല്ല. ഫ്യൂഷൻ ഇവന് ഓൾറെഡി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. സാക്ഷാൽ നൊവാക്കി അവനാണ് യഥാർത്ഥ ഫ്യൂഷൻ. സാസുക അവനോട് പറയും, നിന്റെ യഥാർത്ഥ രൂപം ഇതല്ല എന്ന് എനിക്കറിയാം. ഇത്രയും കാലം ആ ബാംബു വില്ലേജുകാരെ നീ പറഞ്ഞു പറ്റിച്ചു. നിന്റെ യഥാർത്ഥ രൂപം അതിനെയെങ്കിലും എനിക്ക് കാണണം. ഫ്യൂഷനോ ആണെങ്കിൽ 2 കത്തിയെടുത്ത് അവന്റെ ബോഡിയിൽ അങ്ങനെ അറഞ്ചും പൊറഞ്ചും കുത്തും. ഒരുപാട് ബ്ലഡൊക്കെ ലോസായി അവനിപ്പോ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. സാസുകയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവനെ കണ്ട് സാസുക ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.